നമ്മളിന്നേ ബ്രെഡ് കൊണ്ട് ഒരു ചോക്ലേറ്റ് റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു. പിന്നെ ഒരു അര സ്പൂൺ ഈസ്റ്റ് അതിലിട്ടു. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കുറച്ച് നേരം അതൊന്ന് പൊങ്ങാനായിട്ട് വെച്ചു കേട്ടോ. നമ്മളെടുത്തിരിക്കുന്നത് ഇളം ചൂടുള്ള പാലാണ്. അതായത് അധികം ചൂടാവാൻ പാടില്ല, അധികം തണുത്തതും പാടില്ല. ഇപ്പോൾ നമ്മുടെ വിരലൊക്കെ മുക്കാൻ പറ്റിയ ഒരു അത്ര ചൂടുള്ള പാല് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം ഞാൻ പഞ്ചസാര പൊടിയാണ് ഇട്ടത്. ഈസ്റ്റും പിന്നെ പാലും കൂടി മിക്സ് ആക്കിയിട്ട് ഞാനൊരു 10-15 മിനിറ്റ് വെച്ചു. അപ്പോഴേക്കും എന്തായത് ഇങ്ങനെ പൊങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ചു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ കുറച്ച് നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈസ്റ്റ് അവിടെ പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ടേ. നന്നായി മിക്സാക്കി. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. നമ്മൾ കുറച്ച് ലൂസിലാട്ടോ കുഴയ്ക്കാറ് സാധാരണ. അതായത് നമ്മുടെ ചപ്പാത്തി മാവ് പോലെയല്ല, കുറച്ചും കൂടി ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ബ്രെഡിന് കുഴച്ച് വയ്ക്കുമ്പോൾ വയ്ക്കാറ് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. വെള്ളം അത്രയധികം കൂടാനും പാടില്ല. അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കുറച്ചൊന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ആകുമ്പോഴേക്കും ഇത് കുറച്ചിങ്ങനെ വീർക്കും. അപ്പം നമ്മൾ എടുത്തിട്ട് പിന്നെയും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ട ചോക്ലേറ്റിൻ്റെ ഒരു ഗനാഷ് ഞാൻ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാല് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും അതിന് ശേഷം കൊക്കോ പൗഡറാണ് പിന്നെ ആഡ് ചെയ്യണേ. അതും 2 സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊക്കോ പൗഡർ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചൊരു കയ്പ്പ്, അത്ര സ്വീറ്റായിട്ടുള്ള ഒരു ഗനാഷല്ല ഉണ്ടാക്കണേ. കുറച്ച് കയ്പ്പ്, ഡാർക്ക് ചോക്ലേറ്റ് പോലത്തെ ഒരു കയ്പ്പോട് കൂടിയിട്ടുള്ളത് ഉണ്ടാക്കണേ. അപ്പം ഞാൻ 2 സ്പൂൺ ഏകദേശം നമ്മുടെ കൊക്കോ പൗഡർ അതിലിട്ട് നന്നായിട്ട് ഇനി കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊണ്ടിരിക്കണം കേട്ടോ. പഞ്ചസാര ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പൊടിയാണ് ഇട്ടിരിക്കുന്നത്, 2 സ്പൂൺ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം കട്ടയില്ലാതെ നന്നായി മിക്സാക്കി ഇനി ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് തിളപ്പിച്ച് കുറുതാക്കി എടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. എന്നിട്ടത് മാറ്റി വെച്ചു. നമ്മുടെ ഇതേ മിക്സ് ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തൊന്ന് നന്നായി കുഴയ്ക്കുക. അതിന് മുമ്പായിട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് അതിൻ്റെ മുകളിലൊന്ന് ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുത്തു കേട്ടോ. ഈ ഗീയും ബട്ടറും ചേർക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആ ബണ്ണിനുണ്ടാവും. നന്നായിട്ട് ഇനി കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മൂടി വെക്കണം കേട്ടോ. ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളെടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. ഞാൻ സ്ക്വയർ ഷേപ്പിൽ ഇനി അത് പരത്തി കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി ചൂടാറിയ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊരു കട്ടിക്കാണ് അത്. നമ്മൾ നന്നായി ഒന്ന് ഡബിൾ ബോയിലിംഗ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ ഇളക്കിയിട്ടാണ് അത് മിക്സാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെയാണ് ഗനാഷ് തയ്യാറാക്കിയത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഗനാഷ് തയ്യാറാക്കിയത് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി ഇത് നമ്മൾ റോൾ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ചെയ്തൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് വേണമായിരുന്നു ഇത് പരത്താൻ, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണയൊന്ന് തൂവേണ്ടതായിരുന്നു. വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷേ കുറച്ചധികം സമയം എടുത്ത് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാനായിട്ട്.
എന്നാലും ഞാൻ നന്നായി റോൾ ചെയ്തു. അതിന് ശേഷം അതങ്ങോട്ട് ചുരുട്ടി ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഒരു 15 മുതൽ അരമണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്ന് ബേക്ക് ചെയ്ത് വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അൺസാൾട്ടഡ് ബട്ടർ നമ്മളൊന്ന് തൂവി കൊടുക്കാം കേട്ടോ. അത് ഫ്ലേവർ കൂട്ടാനായിട്ട് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബണ്ണ് തയ്യാറാക്കി കഴിഞ്ഞു. ഇത് ഫുള്ള് ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റേതായൊരു ഹാർഡ്നെസ് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൈദയാണെങ്കിൽ ഇതിനും കൂടുതൽ ടേസ്റ്റ് ആയേനെ. പക്ഷേ ഹെൽത്തിന് നല്ലത് ഗോതമ്പിൻ്റെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യും.